ഫ്രണ്ട്സ്, ഇത് നമ്മുടെ എക്സസൈസ് ഡേ ആണ്. ഇന്നലെ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. അതായത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നെഗറ്റീവ് ആക്കണമെങ്കിൽ വെർബിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഫ്രണ്ടിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡു ചേർക്കണം. ഇപ്പോൾ എസ് ഉള്ള ഫോം ആണെങ്കിൽ ആ ഡു ഡസ് ആയിട്ട് വരും. അത് കഴിഞ്ഞാൽ പിന്നെ വെർബിൻ്റെ അവസാനം എസ് ഇല്ല. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർക്കേണ്ടത്. അല്ലെങ്കിൽ വേറെ അതിനകത്ത് കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല. സോ വി വിൽ ഡു എൻ എക്സസൈസ്. ഓക്കെ, സോ ഹിയർ ഇറ്റ് ഈസ്. Tom eats breakfast at 7 a.m. Eats ഇപ്പം does not eat. മനസ്സിലാവുന്നുണ്ടല്ലോ? നോട്ട് ഡസ് നോട്ട് ഈറ്റ്സ്. പിന്നെ അവിടെ എസ് ഇല്ല. കാരണം ആ എസ് എടുത്ത് നമ്മൾ ഡൂവിൽ ചേർത്തപ്പം ഡസ് ആയി. We often visit our grandparents. We don't. We do not. They know the answer. They do not. They don't. Don't know. This is short form. Does, do plus not, don't. Does plus not, doesn't. 4. He drives to work. Does not drive. Yes, illa. I study hard for my exam. Do not. I don't. I don't study. The children play in the park. They don't play. Do not. Leila sings well. Does not sing. Okay. Prasad speaks 3 languages. Does not speak. Not speaks. Speaks alla, പക്ഷേ speak. The library opens at 9 a.m. Does not open. അല്ലാതെ ഓപ്പൺസ് അല്ല, ഡസ് നോട്ട് ഓപ്പൺസ് അല്ല. കാരണം എസ് നമ്മൾ എടുത്ത് മാറ്റി. മൈ മദർ ഗീവ്സ് അസ് ഗിഫ്റ്റ്സ്. ഡസ് നോട്ട് ഗിവ് എസ് ഇല്ല. അവർ ടീച്ചേഴ്സ് ഡയറക്ട് അസ് പ്രോപ്പർലി. ഡു നോട്ട്. ഇറ്റ് റെയിൻസ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്നുള്ളത് ഒരു ഫ്രേസാണ്. അതായത് അതിഭയങ്കര മഴയെന്നാണ്. ഇറ്റ് റെയിൻസ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ മഴയെന്ന് പറഞ്ഞു. അല്ലാതെ പട്ടിയും പൂച്ചയും പെയ്യാന്നുള്ളതല്ല. സോ ഡസ് നോട്ട് റെയിൻ. ബിജു ഫിക്സസ് കമ്പ്യൂട്ടേഴ്സ് ഫോർ എ ലിവിങ്. ഡസ് നോട്ട് ഫിക്സ്. ദെൻ ശോഭ ഗോസ് ടു ദി സീഷോർ. ഡസ് നോട്ട് ഗോ. അതുപോലെ ലാസ്റ്റ് വൺ, അശോക് വർക്ക്സ് ഹാർഡ്. ഡസ് നോട്ട് വർക്ക്. ഇതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം സിമ്പിൾ പ്രസൻറ്റിൽ നെഗറ്റീവ് ആക്കണമെങ്കിൽ നമുക്ക് ഡു ൻ്റെ സഹായം വേണം. എസ് ഇല്ലെങ്കിൽ ഡു അത് തന്നെ കീപ്പ് ചെയ്യാം. വർക്ക്, ഡു നോട്ട് വർക്ക്. ഷോർട്ട് ഫോം വരുമ്പോൾ ഡോണ്ട് വർക്ക്. അതേസമയം എസ് ഉള്ള ഫോമാണെങ്കിൽ ആ എസ് എടുത്തിട്ട് ഡൂവിൻ്റെ കൂടെ ചേർക്കണം. അപ്പോൾ അത് ഡു ഡസ് ആകും. പിന്നെ അവിടെ എസ് ഇല്ല. അതിനു വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ടും ഈ എക്സർസൈസ് ചെയ്തിരിക്കുന്നത്. ഇനി സെൻറ്റൻസിൻ്റെ അർത്ഥം അറിയാമല്ലോ. ടോം ഈറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റ്. രാവിലത്തെ ഭക്ഷണം 7 മണിക്ക് ടോം കഴിക്കുന്നു. വി ഓഫൺ വിസിറ്റ് അവർ പേരൻസ്. നമ്മൾ നമ്മുടെ ഗ്രാൻഡ് പേരൻസിനെ, വല്യപ്പച്ചനെയും വല്യമ്മയും മിക്ക സമയം ഓഫൺ മിക്കപ്പോഴും വിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്നു. ദേ നോ ദി ആൻസർ. അവർക്ക് ആൻസർ അറിയാം. ഹി ഡ്രൈവ്സ് ടു വർക്ക്. ജോലി ചെയ്യാനായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നു. ഐ സ്റ്റഡി ഹാർഡ് ഫോർ മൈ എക്സാം. ഞാൻ വളരെ കഷ്ടപ്പെട്ട് വളരെ ശക്തിമത്തായി പഠിക്കുന്നു എക്സാമിനേഷന്. ദി ചിൽഡ്രൻ പ്ലേ ഇൻ ദ പാർക്ക്. കുട്ടികൾ പാർക്കിൽ കളിക്കുന്നു. ലൈല സിങ്സ് വെൽ. ലൈല നല്ലപോലെ പാടുന്നു. പ്രസാദ് സ്പീക്സ് 3 languages. പ്രസാദ് 3 ഭാഷ സംസാരിക്കുന്നു. ദ ലൈബ്രറി ഓപ്പൺസ് അറ്റ് 9 a.m. ലൈബ്രറി 9 മണിക്ക്, രാവിലെ 9 മണിക്ക് തുറക്കുന്നു. മൈ മദർ ഗീവ്സ് അസ് ഗിഫ്റ്റ്സ്. എൻ്റെ അമ്മ എനിക്ക് ഞങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നു. അവർ ടീച്ചേഴ്സ് ഡയറക്ട് അസ് പ്രോപ്പർലി. ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ വേണ്ട ഗൈഡൻസ് തരുന്നു. വേണ്ട രീതിയിൽ ഞങ്ങളെ ഗൈഡ് ചെയ്യുന്നു. ഇറ്റ് റെയിൻസ് ഇൻ കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. അതിശക്തമായ മഴ പെയ്യുന്നു. ബിജു ഫിക്സസ് കമ്പ്യൂട്ടേഴ്സ്. അതായത് കമ്പ്യൂട്ടർ നന്നാക്കുന്നു എന്നുള്ളതാണ്. കമ്പ്യൂട്ടേഴ്സ്. ശോഭ ഗോസ് ടു ദ സീഷോർ. കടൽ തീരത്ത് പോകുന്നു ശോഭ. ആൻഡ് അശോക് വർക്ക്സ് ഹാർഡ്. അശോക്
വളരെ ആത്മാർത്ഥമായിട്ട്, അതായത് ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ശക്തിയായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യും. ഇതൊക്കെയാണ് സെൻറ്റൻസ്. വളരെ സിമ്പിളാണ്, നിങ്ങൾക്കിതെല്ലാം വളരെ ഈസി ആണെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ അതിൻ്റെ അർത്ഥം പറയുന്നേ ഉള്ളൂ. പിന്നെ ഓർത്തോണം ഈ ഡിഫറൻസ് ബിറ്റ്വീൻ ഡോണ്ട് ഈറ്റ് ആൻഡ് ഡസൻറ്റ് ഈറ്റ്, ഡോണ്ട് ഡ്രൈവ് ആൻഡ് ഡസൻറ്റ് ഡ്രൈവ്. എൻ്റെ വ്യത്യാസമാണ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കണം. നിങ്ങൾ ഇനി തെറ്റ് വരുത്തരുത്. അതായത് ഇങ്ങനെ ഒരിക്കലും പറയരുത് ഡസ് നോട്ട് ഈറ്റ്സ് എന്ന് പറയരുത്, ഡസ് നോട്ട് ഈറ്റ്സ് എന്ന് പറയരുത്. കാരണം എന്താ, എസ് ആണ് ഇവിടെ നിൽക്കുന്നത്. അതുപോലെ ഡസ് നോട്ട് ഡ്രൈവ്സ് എന്ന് പറയരുത്, ഡസ് നോട്ട് സിങ്സ് എന്ന് പറയരുത്, ഡസ് നോട്ട് സ്പീക്സ് എന്ന് പറയരുത്, ഡസ് നോട്ട് ഓപ്പൺസ് എന്ന് പറയരുത്, ഡസ് നോട്ട് ഗീവ്സ് എന്ന് പറയരുത്, ഡസ് നോട്ട് റെയിൻസ് എന്ന് പറയരുത്, ഡസ് നോട്ട് ഫിക്സസ് എന്ന് പറയരുത്, ഡസ് നോട്ട് ഗോസ് എന്ന് പറയരുത്, ഡസ് നോട്ട് വർക്ക്സ് എന്ന് പറയരുത്. അത് കാരണം ഞാൻ 2 പ്രാവശ്യം ഇപ്പോൾ പറഞ്ഞപ്പോൾ കുറേ സെൻറ്റൻസുകൾ നല്ലൊരു ഗ്രാമർ ബുക്ക് കണ്ടുപിടിക്കുക. എപ്പോഴും ഞാൻ പറയുന്നത് ഒരു നല്ല ഗ്രാമർ ബുക്കായിട്ട് ഇപ്പോഴും എനിക്ക് തോന്നുന്നത് റെൻ ആൻഡ് മാർട്ടിൻ. അതിനകത്ത് ഒത്തിരി ധാരാളം എക്സസൈസ് ഉണ്ട്. ആ എക്സസൈസ് വെച്ച് നിങ്ങൾ സ്വന്തമായിട്ടൊരു കോപ്പിയിലെ സ്കൂളിൽ തീർച്ചയായിട്ടും കാണും. സ്കൂളിൽ നിങ്ങളുടെ ലൈബ്രറി ഉണ്ടല്ലോ, ലൈബ്രറി തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു 5 കോപ്പി ഇങ്ങനെ കാണും. പണ്ട് വാങ്ങിച്ചതാണേലും മതി, പണ്ട് വാങ്ങിച്ചു വെച്ചതാണേലും മതി. പുതിയ എഡിഷൻസൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ലൈബ്രറിയിൽ പോയി കുറേ സെൻറ്റൻസ്, കമ്പ്യൂട്ടറൊക്കെ ഉള്ളവർക്കാണ് കമ്പ്യൂട്ടറിൽ ഇത് സെൻറ്റൻസൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഗൂഗിൾ അടിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കിയാൽ മതി. അപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങൾ കുറേ സെൻറ്റൻസ് എടുത്തിട്ട്, പോസിറ്റീവ് സെൻറ്റൻസ് എടുത്തിട്ട് അതിനെ നെഗറ്റീവ് ആക്കുക. അങ്ങനത്തെ ഒരു എക്സസൈസ് ഒരു 10-50 ചെയ്യാമെങ്കിൽ പിന്നെ നിങ്ങൾ ഒരിക്കലും ഒരു തെറ്റ് വരുത്തിയല്ല. സോ